അപ്പോൾ അങ്ങനെ ഈ തലമുറയെ കാണാനുള്ള ഭാഗ്യം കിട്ടിയതുകൊണ്ട് നിങ്ങളിങ്ങനെ വണ്ടടിച്ചിരിക്കാനും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. ഇനിയും കുഞ്ഞുമക്കളെ കാണാനായിട്ട് ഇടവരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ ഈ മൈക്ക് ഇവിടുത്തെ നമ്മുടെ കാരണവരായ പ്രിയപ്പെട്ട കുര്യാക്കോസ് മാസ്റ്റർ നമുക്കറിയാം. കുണ്ടുകുളം നിർമ്മല ഹൈസ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററായിരുന്നു, അമ്പലപ്പാട് സഹകരണ സംഘത്തിൻ്റെ പ്രസിഡന്റായിരുന്നു. പിന്നെ ഈ സമൂഹത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഞാൻ മൈക്ക് കൈമാറുന്നു. തീർച്ചയായിട്ടും ഏവർക്കും നല്ല ഒരു സമയം ആശംസിക്കുന്നു. ഭക്ഷണം കഴിക്കാൻ കുഴപ്പമില്ല, അതോടൊപ്പം ഈ ചെറിയ അനുസ്മരണം കേൾക്കുകയും ചെയ്യും. താങ്ക് യു. സുദീർഘമായ പരിചയപ്പെടുത്തൽ കഴിഞ്ഞ ഈ സാഹചര്യത്തിൽ ആ മേഖലയിലേക്ക് ഞാൻ കടക്കുന്നില്ല. 1999 സെപ്റ്റംബർ 15 തൃശ്ശൂർ മദർ ഒലരി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരുന്ന എല്ലാവരും പത്തഞ്ചേട്ടനെന്ന് വിളിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ചാച്ചൻ 3-ാം ദിവസം ലോകത്തോട് വിട പറഞ്ഞു. ഇപ്പോൾ ഇവിടെ സംസാരിച്ച ബാബുവച്ചനും വിദേശത്തുള്ളവരും ഒക്കെ വിദേശത്ത് തന്നെയായിരുന്നു. അറിഞ്ഞവർ പെട്ടെന്ന് വരികയാണ് ചെയ്തത്. ഞങ്ങളുണ്ടായിരുന്നു. അപ്രതീക്ഷിതമായിരുന്നു അത്. വളരെയേറെ പറയുന്നില്ലെങ്കിലും ഏത് രോഗാവസ്ഥയിലും പ്രത്യേകിച്ച് കണ്ണിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉള്ള സാഹചര്യത്തിൽ അന്ന് ലേസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി മധുരയിലാണ് ചുരുങ്ങിയ വർഷം പല മാസങ്ങൾ കൂടുമ്പോൾ പോയിരുന്നത്. മറ്റുള്ളവരൊക്കെ തിരക്കുള്ളവരായതുകൊണ്ട് കുറച്ച് അകലെ ആയതുകൊണ്ടും നാട്ടിലൊരു അധ്യാപകനും സർക്കാരിയുമായിരുന്ന എന്നെയാണ് അറിയിക്കാതെ ഞാനാണ് ചാച്ചൻ്റെ കൂടെ സ്ഥിരമായി പോകാറുണ്ടായിരുന്നത്. ഒരു ചെറിയൊരു അനുഭവം ഞാൻ ചുരുക്കി പറഞ്ഞുകൊണ്ട് പറയുകയാണ്. കാരണം ഇച്ഛാശക്തിയും ആത്മാർത്ഥതയും പ്രതിബദ്ധതയും സ്വന്തം ചാച്ചനായതുകൊണ്ട് എനിക്ക് ഭാര്യാപിതാവായതുകൊണ്ട് പറയില്ല. സ്വന്തം രോഗത്തെക്കായാലും ഏതവസ്ഥയ്ക്കായാലും താൻ ഏർപ്പെട്ടിരുന്ന വ്യാപാരത്തിലായിരുന്നു കൂടുതൽ ശ്രദ്ധ. വളരെ ക്ഷീണമായിട്ട് പോകുന്ന അവസരത്തിലും സന്ധ്യാസമയമാണെങ്കിലും മധുരയിലെത്തി രാവിലെ മുതൽ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി എല്ലാം ക്ലിയർ ചെയ്തിട്ട് പിറ്റേ ദിവസമാണ് വരേണ്ടത്. എങ്കിലും താൻ മറ്റുള്ളവർക്ക് നൽകേണ്ടതായിട്ടുള്ള സ്റ്റോക്ക് വെച്ചിട്ടുള്ള കപ്പ അതിൽ ആലത്തൂർ വേറെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു പലപ്പോഴും. അപ്പോൾ ചിലപ്പോൾ പിറ്റേ ദിവസമോ അതിൻ്റെ പിറ്റേ ദിവസമോ അത് ആവശ്യക്കാർക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി പണിക്കാരും മറ്റുള്ളവരുണ്ടെങ്കിലും നേരിട്ട് കോടി വെച്ച് അതിൻ്റെ മുകളിൽ കയറി പരിശോധിച്ച് അവിടുന്നൊക്കെ കഷ്ണങ്ങളെടുത്ത് കട്ട് ചെയ്ത് എല്ലാം ബോധ്യപ്പെട്ട് ക്വാളിറ്റി ആക്കി വാങ്ങുന്നവർക്ക് അവർക്കത് ഫുഡ് മെറ്റീരിയൽസ് ആക്കി ബിസ്ക്കറ്റോ മറ്റു സാധനങ്ങളോ അങ്ങനെ ന്യൂട്രീറ്റീവായിട്ടുള്ള സാധനങ്ങളാക്കി മാറ്റുന്നതിനുള്ള യോഗ്യത സർട്ടിഫിക്കറ്റായിട്ടുള്ള വാക്കുകൊണ്ട് പറഞ്ഞായി സമ്മതിപ്പിച്ചിട്ടാണ് പോകാറ്. ഞാൻ ആ കൃഷിമേഖലയുടെ മുഴുവൻ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. എന്നിരുന്നാലും അതോടൊപ്പം എനിക്കറിയാം, ഞാനിവിടെ നേരത്തെ ബാബുച്ചൻ പറഞ്ഞതുപോലെ കുട്ടികാലത്ത് റമണായ സ്കൂളിൽ അധ്യാപകനായിരുന്ന കാലത്ത് മറ്റു കുറേ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ 1-2 പോയിന്റ് ചാച്ചൻ്റെ ആ തീക്ഷ്ണതയെപ്പറ്റി എന്ന് പറയാൻ ഉദ്ദേശിക്കുകയാണ്. ചാച്ചൻ്റെ രാഷ്ട്രീയ നേതാവല്ലായിരുന്നു, രാഷ്ട്രീയ പ്രതിനിധി അല്ലായിരുന്നു, പക്ഷേ ശക്തനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. ഉറച്ച ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. നാട്ടിലെ ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും എനിക്കറിയാം, എനിക്ക് ഓർമ്മയുള്ള കാലം, അതിന് മുമ്പത്തെ എനിക്കറിയില്ല, ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും അതിൻ്റെ പ്രചരണത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും എത്തേണ്ടവരോടൊപ്പം എത്തി ആ പ്രചരണത്തെ കൂടുതൽ ശക്തമാക്കുകയും സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് മുഖ്യ സാരഥ്യം വഹിക്കുകയും ചെയ്തിരുന്നു. ഞാൻ അധ്യാപകനായിരുന്ന സമയത്ത് ചുരുക്കുകയാണ്, ഞാൻ അധ്യാപകനായിരുന്ന സമയത്ത് 1976 അമ്പലപ്പാട് സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിലാണ് ഞാൻ ആദ്യമായിട്ടും സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. എനിക്ക് താല്പര്യമില്ലായിരുന്നു, സ്കൂളിനോടായിരുന്നു താല്പര്യം. സഹകരണ രംഗത്തോട് അന്നത്തെ കണക്ക് വെച്ച് ജപ്തി നടപടികളും എല്ലാമായിട്ടൊരു പ്രയാസം തോന്നിയിരുന്നു. പക്ഷേ സഹകരണത്തിൻ്റെ നേതൃനിരയിൽ മിന്നി വിളങ്ങി നിന്നിരുന്ന വി ആർ കൃഷ്ണദാസനും സി ടി ദേവസിയൊക്കെ
ചാച്ചൻ്റെ ഏറ്റവും ഉറ്റ ചങ്ങാതിമാരായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, മാഷ് ഞാൻ അന്ന് ചെറുപ്പമാണല്ലോ 76, ഈ രംഗത്ത് കൊണ്ടുവരിക, അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് വിടാൻ നല്ലതാണ്, അതുകൊണ്ട് മത്തഞ്ചാട്ടനൊന്ന് പറയണമെന്ന് പറഞ്ഞു. ചാച്ചനത് വലിയ താല്പര്യമായി. പിറ്റേ ദിവസം തന്നെ ഗോഡൗണിലേക്ക് എന്നെ വരുത്തിയിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വലിയ താല്പര്യമില്ല, അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്, എന്നെക്കൊണ്ട് വിജയിപ്പിക്കാൻ തോന്നില്ല. അത് കുഴപ്പമൊന്നുമില്ല, അവരൊക്കെ ഇല്ലേ, നല്ല ഇതല്ലേ, സ്കൂളിലൊക്കെ വരുന്നില്ലേ, നാട്ടുകാരുടെ കാര്യമൊക്കെ ഇല്ലേ, എല്ലാവരും ഇല്ലേ. അങ്ങനെ ഒരു ചാലക ശക്തിയായിട്ട് എനിക്ക് പ്രേരണ തന്നു. അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ആ രംഗത്ത് പറയാതിരിക്കാൻ വയ്യ, ആ രംഗത്ത് വന്നു. അത് ഞാൻ കണ്ടതായ പ്രത്യേകത വളരെ ശക്തമായൊരു തെരഞ്ഞെടുപ്പായിരുന്നു. അവിടെ നോക്കുമ്പോൾ ആ പൊതു പ്രസംഗ നടക്കുമ്പോൾ അതിൻ്റെ യോഗത്തിനായാലും പ്രചരണ രംഗങ്ങളിലായാലും വീട് സന്ദർശനത്തിലായാലും എവിടെയായാലും മറ്റുള്ളവരോടൊപ്പം, അതെന്നെ മാത്രം ഉദ്ദേശിച്ചെന്ന് ഞാൻ പറയുന്നില്ല, ആ സ്പിരിറ്റ് ഉണ്ട്. അതോടൊപ്പം വരുമാനായി ഞാനുണ്ട്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാനൊന്ന് അഴയാൻ നോക്കിയപ്പോൾ ഇവിടെ ഇരിക്കുന്ന അമ്മ, ഞാനത് ഓർക്കുകയാണ്, അന്ന് വളരെ ഉഷാറാണ്, കുടുംബത്തിൻ്റെ റാണിയായിട്ട് എല്ലാ കാര്യത്തിലും. രണ്ടാളും വിദ്യാസമ്പന്നരല്ലായിരുന്നു, എന്നിരുന്നാലും വളരെയധികം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ ഓരോ കാര്യത്തിലും എനിക്ക് ദീർഘവീക്ഷണത്തോടു കൂടി. അപ്പം ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചു ചെറുതായിട്ട് എന്നോട് പറഞ്ഞു, ചാച്ചൻ പറഞ്ഞ പോലെ ആയിക്കോട്ടെ, അതിനൊക്കെ നിന്നോ, മത്സരിക്കുക, നല്ല കാര്യമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ആ രംഗത്ത് ഞാൻ ചുരുക്കുകയാണത് വളരെയധികം ശക്തമായ പ്രചരണങ്ങളൊക്കെ നടത്തി ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. ഞാൻ പറയുന്നത് 1999 ചാച്ചൻ മരിക്കുന്നതുവരെ 6 തെരഞ്ഞെടുപ്പ് തുടർച്ചയായിട്ട് വന്നിട്ടുള്ള ആ തെരഞ്ഞെടുപ്പിലെല്ലാം ഞാനും സ്ഥാനാർത്ഥിയായിരുന്നു, അതിനിടയിൽ പ്രസിഡന്റായി. ആ എല്ലാ തെരഞ്ഞെടുപ്പിലും ഞാൻ ഇന്നും ഓർക്കുന്നു, ഏറ്റവും ശക്തമായ പ്രചരണരംഗത്തുണ്ടായിരുന്ന നേതൃനിരയിലുള്ള വ്യക്തി ഞങ്ങളുടെ പ്രിയപ്പെട്ട ചാച്ചനായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എനിക്കറിയാം, വളരെ ആവേശത്തോടുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, അത്രമാത്രം. അതോടൊപ്പം തന്നെ ഞാൻ ആ രംഗം മാത്രമേ ഇവിടെ സൂചിപ്പിക്കുന്നുള്ളൂ, ബാക്കി കുടുംബകാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ചാച്ചൻ്റെ വേറെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അമ്പലപ്പാടി സഹകരണ ബാങ്ക് ആ കാലഘട്ടത്തിൽ കപ്പകൃഷിയുടെ കേന്ദ്രമായിരുന്നു. പിന്നീടാണ് റബ്ബർ മുന്നേറിയത്. ആ കാലഘട്ടത്തിൽ കപ്പകൃഷിക്കാരെ ഇന്നിവിടെ വന്നവരുണ്ട്, അവർക്കറിയാം. കുറേ പേരൊക്കെ മരിച്ചുപോയി, കുറേ പേര് വീടുകളിലാണ്, പ്രായമുണ്ട്. അങ്ങനെ വരുമ്പോൾ കപ്പയ്ക്ക് വേണ്ടിയിട്ട് നേരത്തെ തന്നെ കീലോണോ പ്രൊഡ്യൂസ് ലോണോ ഒക്കെ കിട്ടാൻ വേണ്ടി ഇവർക്ക് ചാച്ചനെ സന്ദർശിച്ച് പൈസ കുറച്ച് മേടിക്കും. അത് കഴിഞ്ഞ് കപ്പ പറിച്ച് വെട്ടി ഉണങ്ങി കൊണ്ടുപോയി കൊടുത്താണ് അത് വീട്ടാറുള്ളത്. അങ്ങനെ വരുമ്പോൾ വലിയ കുട്ടികൾ, എനിക്കറിയാതെ കുട്ടിയൊക്കെ പരിശോധനല്ല, ബാങ്കിൻ്റെതായിട്ടുള്ള കുടിശ്ശിയില്ലാത്ത അവസ്ഥയിൽ വളരാനുള്ള ഒരു പ്രേരക ശക്തിയായിട്ട് ഈ ബന്ധം ബാങ്കിൽ വളരെ ഗുണകരമായിട്ട് മാറി. അങ്ങനെ ഇരിക്കുകയാണ് ആ കപ്പകൃഷിയൊക്കെ പ്രതികൂലമായി ബാധിച്ച അതിവർഷം വന്നതുപോലും കപ്പകൃഷി ഇവിടെ അല്ല, പാടെ വിശാലമായ സ്ഥലങ്ങളിൽ നിന്ന് കൃഷി ചരക്കുകൾ എടുത്തിരുന്നു. കൃഷിയാകെ നശിച്ചു. കപ്പകൃഷിക്കാരൊക്കെ അത്യാവശ്യം കുറച്ച് പൈസ വാങ്ങി അവരുടെ ആ ഉൽപ്പന്നം കിട്ടിയിട്ട് വേണം അതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കാനായിട്ട് അവർക്ക് കൊണ്ടുവന്ന് കൊടുക്കാൻ ഒന്നുമില്ല. എനിക്ക് നന്നായിട്ട് അറിയാം. എന്നോട് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബാങ്കിലുണ്ടായിരുന്നു, ചാച്ചനെ അറിയാമായിരുന്നു. അപ്പോൾ ഒട്ടേറെ പേർക്ക്, പ്രത്യേകിച്ച് തീർത്ഥം ഗതികളിൽ ഇല്ലായ്മയുള്ള ആളുകളെ സംബന്ധിച്ച് വളരെയധികം വിട്ടുവീഴ്ച ചെയ്തു കൊടുത്ത് സ്വന്തം കച്ചവടവും സ്വന്തം നേട്ടവും സ്വന്തം ആസ്തിയും കണക്കിലെടുക്കാതെ അവരെ എല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം എന്നത് സേവനമാണെന്ന് അധ്യാപകനായിരുന്നു എനിക്കൊക്കെ ശരിക്കും മനസ്സിലായത് ചാച്ചകൾ കൂടിയാണ്. കാരണം വളരെയധികം ഇളവ് ചെയ്തു കൊടുത്തുകൊണ്ട് അവരെയൊക്കെ മുന്നോട്ട് വിടുകയാണ് ഉണ്ടായത്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. അങ്ങനെ എല്ലാ രംഗത്തും, കുടുംബ രംഗങ്ങളിലായാലും എവിടെയായാലും ഒരു വാഗ്മിയല്ലായിരുന്നു എല്ലാവർക്കും അറിയാം. അത്ര ദീർഘമായ രീതിയിൽ സംസാരിച്ച് അങ്ങനത്തെ ശൈലികളില്ല. പക്ഷെ നല്ല ചിന്താശക്തിയുണ്ട്. ഒരിക്കലും ഒരു പ്രശ്നമുണ്ടായതിലേക്ക് ഞാൻ അല്പം രാഷ്ട്രീയ രംഗത്തേക്കൊന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഏതോ ഒരു പ്രശ്നം പെരുവാളോടും കുരുവാളൊക്കെ ബന്ധപ്പെട്ട് എനിക്ക് കഷ്ടപ്പോകത്തോ എനിക്ക് കൃത്യമായി ഓർമ്മയില്ല. ഒരു വിഷയമായപ്പോൾ അന്ന് ചാച്ചൻ്റെ ഏറ്റവും വലിയ ഉറ്റ സുഹൃത്ത് നേതാവായിരുന്ന PR ഫ്രാൻസിസ് MLA, മലയോര കർഷകരുടെ നേതാവായിരുന്നു. എങ്ങനെ തീരുമാനമെടുക്കണം, എങ്ങനെ വേണമെന്ന് ആലോചിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ കൂടിയിരുന്ന MP മത്തായും UP യോഗനാനും അതുപോലെയുള്ള ആളുകൾ പറഞ്ഞു, മത്തഞ്ചേട്ടനെ വിളിച്ച് ചോദിക്കുന്നു. ഞാനുണ്ടായിരുന്ന സാഹചര്യത്തിൽ ചാച്ചൻ്റെ വാക്കാണ് അവിടെ ഒരു തീരുമാനം, ഒരു പരിഹാരം ഉണ്ടാകാനായിട്ട് ഇടയായത്.
ഇടയാക്കി. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ എല്ലാ തരത്തിലും സ്റ്റേജിൽ കയറി എന്ന് മൈക്കിൻ്റെ മുമ്പിലൊന്നും ചാച്ചൻ പ്രസംഗിക്കാറില്ല. അതേസമയത്ത് സാമ്പത്തികം ആളുകൊണ്ടും അർത്ഥം കൊണ്ടും എല്ലാ തരത്തിലും എല്ലാവരോടും ബന്ധപ്പെട്ട് ഇല്ലാത്തവരെ അതുപോലെ കണ്ടു. അതുപോലെ തന്നെ പരിഹരിക്കപ്പെട്ട കാര്യം പരിഹരിച്ച് മുന്നോട്ട് നീങ്ങിയ ഒരു കപ്പ കൃഷിയുടെയും കപ്പ കച്ചവടത്തിൻ്റെയും ആചാര്യനായിരുന്നു ചാച്ചൻ. പൂമലയിലായിരുന്നപ്പോഴും ഇത് തന്നെ അവിടെ തുടങ്ങി വെച്ചു. വെല്ലിച്ചായനും ജഗദീശനും ഒക്കെ കൂടെ കൂടി തുടങ്ങിയത് കരുവാങ്ങാട്ടിലെത്തിയപ്പോൾ അതുപോലെ തന്നെ ഫലപുഷ്ടമായ മണ്ണ് അതിനെ കൂടുതൽ ഫലപുഷ്ടിയാക്കി. ഞാനിന്ന് എനിക്കറിയാം, എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല. ചാച്ചൻ്റെ മൂത്ത മകനും കുടുംബനാഥനായിട്ടുള്ള എൻ്റെ മൂത്ത അളിയൻ കുട്ടപ്പൻ നല്ല ബുദ്ധിശാലിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് കൃഷിയോട് താല്പര്യം കൂടുതൽ വന്നു. എന്തായാലും അത് ചാച്ചന് വലിയൊരു മുതൽക്കൂട്ടായി മാറി. അങ്ങനെ കരുവാങ്ങാട്ടിലെ കൃഷി സ്ഥലത്തെ കൃഷിയുടെ ഫലമായിട്ട് ഇപ്പോൾ എനിക്കറിയാം പല വർഷങ്ങളിലും മാതൃകാ കർഷകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കുട്ടപ്പൻ തന്നെയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ചാച്ചൻ നൽകിയ ആ കൃഷിപാഠവും അല്ലെങ്കിൽ ആ സാമർഥ്യം, ആ കരുത്ത് തുറന്നുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും തെരുക്കളൊക്കെ ചിലപ്പോൾ 4 മണിക്ക് 5 മണിക്കൊക്കെയാണ് അദ്ദേഹം വരാറ്. അപ്പോൾ ഊണും അതൊന്നും പ്രശ്നമില്ല, കൃഷിയാണ് സ്വന്തം. ഇപ്പോൾ ചാച്ചൻ ആശ്വാസമായി. അങ്ങനെ ഉയർന്നു വന്നപ്പോൾ ചാച്ചൻ കച്ചവടത്തിലേക്കും കുട്ടപ്പൻ കൃഷിയിലേക്കും മാറിയപ്പോൾ ആ ഇരുഭാഗവും ഒരുപോലെ ഭംഗിയായിട്ട് മുന്നോട്ട് വന്നു. അങ്ങനെ കപ്പ കൃഷിയെ സംബന്ധിച്ച് ഞാൻ പറയാണ്. കാരണം അത്രമാത്രം വലിയ ഏരിയകളിലൊക്കെയാണ്, വളരെ ഏരിയകളിലാണ് ഈ കപ്പ, ഉണക്ക കപ്പ വന്നിരുന്നത്. ഞാൻ നിർത്തുന്നു, അധികം ദീർഘിപ്പിക്കുന്നില്ല. പലർക്ക് സംസാരിക്കാനുണ്ട്. ഈ മേഖലയല്ല, എല്ലാ മേഖലയും ആരുടെ ആവശ്യമാണെന്ന് പറഞ്ഞാൽ പൊട്ടിഘോഷിച്ചുകൊണ്ടും അത് അനൗൺസ് ചെയ്തുകൊണ്ടൊന്നുമല്ല, അത് രഹസ്യമായിട്ട് അവരെ സംബന്ധിച്ച് നേരിട്ടോ അല്ലെങ്കിൽ മറ്റാരുടെ കയ്യിലോ അവരുടെ ആവശ്യത്തിൻ്റെ ഒരു പരിധി വരെയുള്ള പരിഹാരം ചാച്ചനിലൂടെ ലഭിക്കുമായിരുന്നു. തീർച്ചയായിട്ടും 25 വർഷം എത്തി എല്ലാ വർഷവും ഈ തീയതിയിൽ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് വിശുദ്ധ ബലിയിലും അതുപോലെ സെമിത്തേരിയിലും വീട്ടിൽ ഒരുമിച്ച് കൂടി ചാച്ചനെ പ്രത്യേകമായ ദിവസങ്ങൾ ഓർക്കാറുണ്ട്. ഇനി അമ്മയെപ്പറ്റി ഒരു വാക്കുകൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നു. അമ്മ ഇന്നും ബാബുച്ചൻ പറഞ്ഞ 96 വയസ്സാണ്. ഇന്ന് രാവിലെ സമയം കിട്ടുമെന്ന് എനിക്കറിയില്ല. പള്ളിയിൽ വരാൻ പറ്റാത്തതായ ആ സമയം മുതൽ എപ്പോൾ ചെന്നാലും അറിയാൻ ചെന്നില്ലെങ്കിലും നമുക്കറിയാവുന്ന കാര്യമാണ്. വീട്ടിൽ ടിവിയുടെ മുമ്പിൽ അത് വാക്കറായാലും എന്തിനായാലും വീൽ ചെയറായാലും എന്തിനായാലും പോയിരുന്ന് ഒരിക്കൽ ഞാൻ ചോദിച്ചു, ഇത് കൃത്യമായിട്ട് ക്ഷീണം പറ്റില്ലേ? അപ്പോൾ എന്നോട് പറഞ്ഞതാണ്, കുറേ നാളുകൾക്ക് മുമ്പാണ്, ഇതിലൂടെയെങ്കിലും ചാച്ചനെ ഓർക്കാനും, കാരണം ആ ബലിയിലൂടെയും കയ്യിൽ ഒതുക്കി പിടിച്ചിരുന്ന ജപമാലയുടെയും പ്രാർത്ഥനയുടെയും അനുദിനം ചാച്ചനെ ഓർക്കുന്ന ചാച്ചൻ്റെ പ്രിയപ്പെട്ട സന്തത സഹചാരിയായ അമ്മ ചാച്ചന് വേണ്ടി ശക്തമായി മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മയുടെ പ്രായത്തെപ്പറ്റി പറഞ്ഞു. അമ്മയ്ക്ക് കുറേ കൂടി ലോകം കാണാനും ഞങ്ങളെയൊക്കെ കാണാനും എല്ലാവരെയും കാണാനും ചാച്ചനെ പറയുന്ന വീട്ടിൽ വരുന്നതായിട്ടുള്ള എല്ലാവരുമായിട്ടും ബന്ധം എനിക്കറിയാം. ആദ്യം ഒരാളെന്നുള്ള എനിക്ക് രാവ് പകലാക്കുന്ന അമ്മ കിടക്കുക എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ 1 മണി 1:30 ആവും. അതുവരെ അമ്മയ്ക്ക് അധ്വാനം, തൊഴുത്തുണ്ട്, കന്നുകാലികളുണ്ട്, വീടുണ്ട്, പകല് പണിക്കാരുണ്ട്, എല്ലാ കാര്യങ്ങളും. പക്ഷെ ഇവിടെ എന്തിനും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു പോയിന്റ്, പ്രാർത്ഥനയുടെ സമയത്തേക്ക് കുടുംബാംഗങ്ങളെല്ലാം വരുമ്പോൾ അമ്മ മുട്ടുകുത്തിയിരുന്ന് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതിൻ്റെ ഫലമാണ് ഒരു നല്ല വൈദികനെ ലഭിച്ചു. തീർച്ചയായിട്ടും തൃശ്ശൂർ അതിരൂപതയിലെ ഫൈനാൻസ് ഓഫീസറും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ കോപ്പറേറ്റീവ് മാനേജറും ആയി വിളങ്ങിയ ആവശ്യം ഇന്ന് അടക്കളത്തൂര് പള്ളി വികാരിയായിട്ട് സേവനം ചെയ്യുകയാണ്. മറ്റുള്ളവരെ പറ്റിയൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാനൊന്നും അതിലേക്ക് കടക്കുന്നില്ല. ചാച്ചൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ആ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരെയും മുക്തകണ്ഠം സമയത്ത് തന്നെ എത്താനായിട്ട് നിങ്ങൾ കാണിച്ച ആ സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.